പോസ്റ്റർ ഓർ ആദ്മി 1960കളിലുള്ള ഒരു പോയിറ്റിൻ്റെ കവിതയാണ്. 60കളിൽ സജീവമായി എഴുതിയ പോയറ്റാണ് സർവേശ്വർ ദയാൽ സക്സേന. ആക്ച്വലി അഗ്ഗേൻ്റെ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്ഗേജിയുടെ മൂന്നാമത്തെ താരസപ്തക് 1959 ഉള്ള ഒരു പോയറ്റാണിത്. അന്നത്തെ 7 കവികളിൽ ഒരുമിച്ച് ഒരു സപ്തക്ക് ഫോം ചെയ്തിരുന്നു അഗ്ഗേജി. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള 3rd സപ്തക്കിലുള്ള ഒരു പോയറ്റാണ്. അപ്പം ജനങ്ങളുടെ ജീവിതം വീക്ഷിക്കുകയും ജനങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം അതേപടി കവിതയിൽ വളരെ ക്ലിയറായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു കവിയാണ് സർവേശ്വർ ദയാൽ സക്സേന. ഈ ഒരു കവിത പോസ്റ്റർ ഓർ ആദ്മി, ആക്ച്വലി പോസ്റ്ററും മനുഷ്യരും അത് രണ്ടിനെയും മുഖാമുഖം നിർത്തിക്കൊണ്ടുള്ള ഒരു കവിതയാണ്. ഒരു വശത്ത് പോസ്റ്ററുണ്ട്. പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വശത്ത് പച്ചയായ മനുഷ്യൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ള ഒരു കമ്പാരിസനാണിത്. അവസാനം കവി ഈ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്, മനുഷ്യനേക്കാളും നിർജീവമായ പോസ്റ്ററാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ശ്രേഷ്ഠം. ഇപ്പം 1960s ഓർക്കേണ്ടത് അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയിലെ, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വരവ്, ആ തുടക്ക കാലഘട്ടമാണ്. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരിക എന്ന് വെച്ചാൽ ഒരു വലിയ സംഭവമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദൂരദർശനൊക്കെ തുടങ്ങിയ ഇടയ്ക്ക് 1980s തന്നെ ആദ്യമായിട്ട് ലിറിലിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെ കാണുന്ന എന്തോ വലിയ അത്ഭുതം പോലെ. നിർമ്മ വാഷിംഗ് സോപ്പ്, നിർമ്മ എന്നും പറഞ്ഞൊക്കെ വളരെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സേ ഉള്ളായിരുന്നു. അത് തന്നെ വലിയ സംഭവമായിരുന്നു ജനങ്ങളുടെ ഇടയ്ക്ക്. അപ്പോൾ ഈ പോസ്റ്ററുകൾ വഴിയോരത്തൊക്കെ ഇങ്ങനെ പ്രകടമാകാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ സൈസും, വലിയ വലിയ സൈസിലെ പോസ്റ്റേഴ്സും വലിയ ഹോർഡിങ്സ് അതെല്ലാം ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ കവി കാണുന്നത് ഈ പോസ്റ്റേഴ്സ് ആക്ച്വലി വളരെ പവർഫുള്ളാണ്. വാസ്തവത്തിൽ അവർ നിർജീവമാണെങ്കിലും ക്രൗഡ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഈ പോസ്റ്റേഴ്സ്. ഇന്നിപ്പം ആക്ച്വലി അഡ്വർടൈസ്മെൻറ്റ്സ് ഈ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് അതിൽ ഒരുപാട് റിസർച്ചസ് നടത്തുന്നത്, അതൊരു ടെക്സ്റ്റായിട്ടാണ് കാണുന്നത് അഡ്വർടൈസ്മെൻറ്റ്. ഓരോ അഡ്വർടൈസ്മെൻറ്റും വളരെ ബുദ്ധിപരമായാണ് ഇന്നത്തെ അഡ്വർടൈസ്മെൻറ്റ്സ്. നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ നല്ല ഇൻ്റലിജൻറ്റ് അഡ്വർടൈസ്മെൻറ്റ്സും ഉണ്ടിന്ന്. അന്ന് പോസ്റ്റേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ആ പോസ്റ്റേഴ്സിനെ നോക്കി നിൽക്കുന്ന ജനങ്ങളും, എങ്കിൽ കൂടെ വസിക്കുന്നവരെ പറ്റി അന്വേഷിക്കാത്ത ജനങ്ങൾ, ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു പെരുമാറ്റത്തിലുള്ള മാറ്റമാണ് ഈ കവിതയിൽ കവി വരച്ചു കാട്ടുന്നത്. मैं अपने को नन्हा सा दबा हुआ विशालकाय बड़े बड़े पोस्टरों के अनुपात में खड़ा देख रहा हूँ. मैं अपने को नन्हा सा, ഞാൻ എന്നെ അങ്ങ് വളരെ ചെറിയൊരു, ഞാനങ്ങ് ചുരുങ്ങി പോകുന്നത് പോലെ, മാനസികമായിട്ട് ഞാൻ ഒന്നുമല്ലാതാവുന്നു. എന്തിൻ്റെ മുന്നിൽ? ഇൻ വിശാൽക്കായ ബഡേ ബഡേ പോസ്റ്ററോं के അനുപാത് में, അനുപാത് മീൻസ് റേഷ്യോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഈ വലിയ വലിയ പോസ്റ്റേഴ്സിൻ്റെ ആ ഒരു സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫീൽ സോ സ്മോൾ. ഞാനങ്ങ് ദബാ ഹുവാ മെഹസൂസ് കർത്താ ഹൂँ. जिनकी और एक भीड़ देखती हुई गुजर रही है. अब ये പോസ്റ്റേഴ്സ്, ഈ പോസ്റ്റേഴ്സിനെ നോക്കി एक भीड़, വലിയ ക്രൗഡ് പുള്ളറാണ് ഈ പോസ്റ്റർ. അവർ നോക്കിയിട്ട് ഹസ്തി ഗാത്തി ഉछलती कूदती एक तेज़ी एक भाग दौड़ एक धक्कम धुक्का एक होड़ जिनके चारों ओर है. മനുഷ്യൻ്റെ ചുറ്റിനും സംസാരിച്ച് നടന്ന മനുഷ്യർ, ഒരു സുഹൃത്തുക്കളെ തേടി നടന്ന മനുഷ്യർ, അയൽക്കാരെ പറ്റി അന്വേഷിച്ച് നടന്ന മനുഷ്യർ, ഓരോരുത്തരെ കാണുമ്പോൾ എത്ര നാളായി കണ്ടിട്ടെന്നും പറഞ്ഞ് ഓടി വന്ന് വിശേഷം ചോദിക്കുന്ന മനുഷ്യർ. ഇപ്പോൾ കവി നോക്കിയപ്പോൾ എന്താണ്, ഈ വലിയ വലിയ പോസ്റ്റേഴ്സ് കണ്ടിട്ട് അതിൻ്റെ ചുറ്റിനും ഒരു വലിയൊരു ആൾക്കൂട്ടവും ബഹളവും, ഹസി ഉछलते കൂത്തേ, ചാടുന്നു ഓടുന്നു, एक धक्कम धुक्का, കുറേ ആൾക്കാരാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ തന്നെ അവിടെ തന്നെ തിരക്ക് കൂട്ടുന്നു. മഗർ വേ
വേ ചുപ്പ് ഹെ. പക്ഷെ ആ പോസ്റ്റേഴ്സ് ആണെങ്കിലോ ഒന്നും മിണ്ടുന്നില്ല. അവർ ജീവനുള്ളതല്ലല്ലോ മിണ്ടാൻ, അവരിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഉൻ സബ്കെ മുഖ് പർ ഏക് ഹി ഭാവ് ഹെ, ഉൻ സബ്കി ഏക് ഹി മുദ്രായേ ഹെ. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ ഒരേപോലെ തോന്നും എല്ലാ പോസ്റ്റേഴ്സിൻ്റെയും. ഏക് ഹി മുദ്രായേ ഹെ, രംഗോ സെ ഭരെ പുരെ ചട്കീലെ ഭട്കീലെ സബ്കെ ആകർഷണോ കെ കേന്ദ്ര. നല്ല കളർഫുള്ളാണ്. രംഗോ സെ ഭരെ ഹെ, ചട്കീലയാണ്, നല്ല അട്രാക്റ്റീവാണ്. ഭട്കീലെ ആകെ വെട്ടിത്തിളങ്ങുന്ന ഒരു കളർഫുള്ളാണ്. सबके आकर्षणों के केंद्र, वे सब एक ही जगह पर खड़े हैं. पोस्टर, विशालकाय पोस्टर, लोग उन्हें देखकर हंसते हैं, मुंह बनाते हैं, उदास हो जाते हैं. औरतें उन्हें देखकर मुस्कुराती हैं. ഈ പല ടൈപ്പ് പോസ്റ്റേഴ്സ്, കളർഫുള്ളായിട്ടുള്ള അട്രാക്റ്റീവ് പോസ്റ്റേഴ്സ് എല്ലാവരുടെയും ആകർഷൺ കെ കേന്ദ്ര ഹെ. എല്ലാവരും അതിനെ വല്ലാതങ്ങ് ശ്രദ്ധിക്കും, ആകർഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ചുറ്റിനും നിൽക്കുന്ന മനുഷ്യരെ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ ഈ പോസ്റ്റേഴ്സിനെയാണ് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ഈ പോസ്റ്റേഴ്സിനെ നോക്കി കുച്ച് ലോഗ് ഹസ്തേ ഹെ, ചിലർക്ക് ചിരി വരും ചില അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പം. മൂ ബനാത്തേ ഹെ, ചിലരിങ്ങനെ മുഖം ചുളിക്കും ചില പോസ്റ്റേഴ്സ് കാണുമ്പം. ചിലർ ഉദാസ് ഹോ ജാത്തേ ഹെ. ഇപ്പോൾ ഫെയർനെസ് ക്രീമിൻ്റെ പോസ്റ്റർ കാണുമ്പം പെട്ടെന്ന് ഡാർക്ക് കോംപ്ലക്ഷൻ്റെ ആൾക്കാർക്ക് പെട്ടെന്ന് തൻ്റെ കോംപ്ലക്ഷനെ പറ്റി ഓർമ്മ വരാം. അങ്ങനെ അവർ ഉദാസ് ഹോ ജാത്തേ ഹെ. ഓരത്ത് ഉൻഹെ ദേഖ് കർ മുസ്കുരാത്തി ഹെ, സ്ത്രീകൾക്ക് ചിരി വരും ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് കാണുമ്പം. ഹോട്ട് ദബാത്തി ഹെ, ആഖോ ആഖോ മേ ബാത് കർത്തി ഹെ. അതുപോലെ ചില പോസ്റ്റേഴ്സ് കാണുമ്പം സ്ത്രീകൾക്ക് തമ്മി നോക്കി അവർ ചിരിക്കും, പക്ഷേ അവർ ഹോട്ട് ദബാത്തി ഹെ എന്നുവെച്ചാൽ ചിരി അങ്ങ് കൺട്രോൾ ചെയ്യും, അടക്കിച്ചിരിക്കും. ആഖോ ആഖോ മേ ബാത് കർത്തി ഹെ, കണ്ണും തമ്മിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സ്ത്രീകൾ. ഈ പരസ്യം കണ്ടില്ലേ എന്നും പറഞ്ഞ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. बच्चे टोटो करते हैं, खुश होकर चिल्लाते हैं, तोतली बोली में बुलाते हैं और मैं उनके सामने नन्हा सा दबा हुआ खड़ा हूँ. കുട്ടികളും വളരെ ഹാപ്പിയാണ്. ചില അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോൾ അവരുടെ ഒരു കൊഞ്ചൽ നിറഞ്ഞ ഭാഷയിൽ എന്തൊക്കെയോ പറയും. ഖുഷ് ഹോക്കർ ചില്ലാത്തേ ഹേ, സന്തോഷിച്ച് അവരിങ്ങനെ മതിമറന്ന്. തോത്ലി ബോലിമേ ബുലാത്തേ ഹേ, തോത്ലി ബോലി എന്ന് വെച്ചാൽ ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞ് കുട്ടികളുടെ ഒരു രീതി ഉണ്ടല്ലോ സംസാരിക്കുന്നത്, അതാണ് തോത്ലി ബോലി. ഓർ മേ ഉൻകെ സാമനെ നൻഹാ സാ ദബാ ഹുവാ ഖടാ ഹൂം, അവരുടെ മുമ്പിൽ ഞാൻ അങ്ങ് തീരെ ആരും അല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് തോന്നും. ബേജാന ബേ പെഹചാന ഇസ് പ്രതീക്ഷാ മേ कि शायद कभी कोई भूली हुई दृष्टि मुझ पर टिक जाए. ഞാനിങ്ങനെ ആ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ആരെങ്കിലും എന്നെ പരിചയമുള്ളവർ എന്നോട് ചോദിക്കും എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷായദ് കോയി മുझे ആവാസ് ദേ, ഷായദ് കിസി की सूनी निगाह मुझे देख कर शोक हो जाए, शायद कोई मुझे पहचाने മുझे ബുലായ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്നത്തെ കാലഘട്ടമല്ല അല്ലേ, ഇന്ന് നമ്മൾ എവിടെ പബ്ലിക് പ്ലേസിൽ ചെന്നാലും എല്ലാവരും അവരവരുടെ കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരവരുടെ ഫോണിലായിരിക്കും. വെളിയിലിറങ്ങിയാൽ ആരും മാക്സിമം ആരും നമ്മളെ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നമുക്ക് കംഫർട്ട് സോൺ. പക്ഷേ അന്നത്തെ കാലം അങ്ങനെയല്ല. വെളിയിലിറങ്ങുമ്പം ആരെങ്കിലും 10 പേര് ചോദിക്കും, എവിടെ പോകുന്നു, എവിടെ പോയിരുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വരുന്നു, എല്ലാ വിശേഷവും ചോദിക്കും. അപ്പോൾ അന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയും ജനങ്ങളുണ്ട്, എന്നെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണില്ലേ, ആരും എന്നെ മൈൻഡേ ചെയ്യുന്നില്ല. കാരണം എല്ലാവരും ഈ വലിയ അഡ്വർടൈസ്മെൻറ്റ് നോക്കി പല ഭാവങ്ങൾ പ്രകടിപ്പിച്ച് എല്ലാവരും കളിച്ചും ചിരിച്ചും തിരക്ക് കൂട്ടിയും പച്ചയായ മനുഷ്യനെ ആരും ശ്രദ്ധിക്കുന്നില്ല. लेकिन मैं देखता हूँ कि आज के ज़माने में आदमी से ज़्यादा लोग पोस्टरों को पहचानते हैं. അപ്പോൾ കവി ഒരു കൺക്ലൂഷനിലെത്തുകയാണ്, ഇന്നത്തെ കാലത്ത് മനുഷ്യരെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പോസ്റ്റേഴ്സിനാണ്. വേ ആദ്മി സേ ബഡേ സത്യ ഹേ, ജീവനുള്ള മനുഷ്യനേക്കാളും വലിയൊരു നഗ്നമായ സത്യമാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സ്. ജോ ദൂസരെ കി ബാത് കഹത്തെ ഹേ, ജിൻമേ ആകർഷൺ ഹേ ലേക്കിൻ ജാൻ നഹീ.
ഇവർ ആക്ച്വലി ഇവരുടെ കാര്യമല്ല പറയുന്നത്. പരസ്യത്തിൽ വന്ന് നിൽക്കുന്ന നടന്മാരും നടിമാരും എല്ലാം അവരുപയോഗിക്കുന്ന പ്രോഡക്റ്റോ അവരുടെ സാധനമൊന്നുമല്ല പറയുന്നത്. അവർ ഏതോ കമ്പനിക്ക് വേണ്ടി പൈസയും മേടിച്ച് പെയ്ഡ് പ്രൊമോഷനാണല്ലോ. അപ്പോൾ അവർ അതാണ് പറയുന്നത്. जो चौराहों पर खड़े रहते हैं, सबकी राह रोकते हैं, सबको टोकते हैं, लेकिन किसी से कोई मतलब नहीं रखते. ഈ പോസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത, ഇവർക്ക് ജാൻ നഹീ ഹെ, ഇവർക്ക് ലൈഫില്ല സ്വന്തമായിട്ട്, പക്ഷേ കാഫി ആകർഷക് ഹെ, അട്രാക്റ്റീവാണ്. ചോറാഹും പർ ഖടേ രഹത്തെ ഹെ, ചോറാഹ എന്ന് വെച്ചാൽ നാൽക്കവല, 4 വഴികൾ ഒത്തുകൂടുന്ന കവല, ജംഗ്ഷൻ. ചോറാഹും പർ ഈ ഖടേ രഹത്തെ ഹെ, പ്രത്യേകിച്ച് ഈ 4 കവലകളിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സൊക്കെ ഇങ്ങനെ വെക്കും. സബ്കി രാഹ് റോക്തേ ഹെ, സബ്കോ ടോക്തേ ഹെ, ലേക്കിൻ കിസി സേ കോയി മത്ലബ് നഹി രഖ്തേ. വഴിയെ പോകുന്ന എല്ലാവരും ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട്, ഒരിടയ്ക്ക് ഹൈവേസിൽ ഇങ്ങനത്തെ വലിയ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വളരെ വൾഗറായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ വെക്കും ഹൈവേസിൽ. ഇടയ്ക്ക് പിന്നെ ഗവൺമെൻറ് അത് ബാൻ ചെയ്ത്. കാരണം ഈ ലോറി ഡ്രൈവേഴ്സും ഈ നൈറ്റ് ഡ്രൈവിങ്ങും ഒക്കെ ചെയ്യുന്ന പുരുഷന്മാരുടെ ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ വരെ ഇത് കളയുന്നെന്നും പറഞ്ഞ് വലിയ വലിയ പരസ്യങ്ങൾ ഈ ഹൈവേസിൻ്റെ സൈഡിൽ വെക്കുമായിരുന്നു. അതുപോലെ ഈ പരസ്യങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? ജീവനില്ല, പക്ഷേ സബ്കി രാഹ് റോക്തേ ഹെ, എല്ലാവരുടെയും വഴി തടയും. ഓർ കിസി സേ കോയി മത്ലബ് നഹി രഖ്തേ, ആരുമായിട്ടും ഒരു കണക്ഷനില്ല ആക്ച്വലി അഡ്വർടൈസ്മെൻറ്റിന്. അവരവിടെ നിൽക്കുന്നു, കുറേ കാര്യങ്ങൾ പരസ്യത്തിലൂടെ പറയുന്നു. ലേക്കിൻ കിസി സേ കോയി മത്ലബ് നഹി രഖ്തേ, അവർ ആരുമായിട്ടും, ഇപ്പം മനുഷ്യനായിട്ട് എന്തെങ്കിലും സംവദിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. പക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ദേ ആർ ജസ്റ്റ് സെല്ലിങ് ദ പ്രോഡക്റ്റ്. അവരവരുടെ പ്രോഡക്റ്റിനെ വിൽക്കുന്നു എന്നുള്ള ഒരു കർമ്മം അല്ലാതെ ഈ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഒരു കാര്യത്തിനും അവർക്ക് ഇടപെടാൻ പറ്റില്ല. ഇൻഫാക്റ്റ് അവർ ഒരു കൺസ്യൂമർ എന്ന ഒരു കാഴ്ചപ്പാടിൽ മാത്രമേ ഈ പരസ്യങ്ങൾ മനുഷ്യരെ കാണുന്നുള്ളൂ. ഇൻമേ ദിൽ ദിമാഗ് ആത്മാ കുച്ച് ഭി നഹി ഹെ, ഇവർക്ക് കണ്ണില്ല, ബുദ്ധിയില്ല, ആത്മാ ഇല്ല. മെഹസ് രംഗ് ഗഹരാ ഭട്കീല രംഗ് ഹെ. അപ്പോൾ കവി ഇവിടെ കമ്പയർ ചെയ്യുന്നത്, പച്ചയായ മനുഷ്യന് ഹൃദയമുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ട്. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ വിഷമം ഒപ്പിയെടുക്കാനുള്ള കഴിവുണ്ട്, അയാളെ സാന്ത്വനിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതൊന്നുമില്ലാത്ത ഈ പോസ്റ്റേഴ്സ്, പക്ഷേ മനുഷ്യരെല്ലാം അത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് ദില്ലില്ല, ദിമാഗില്ല, ബുദ്ധിയില്ല. മെഹസ് രംഗ് ഗഹര ഭട്കീല രംഗ്, നിറങ്ങൾ മാത്രമേ ഉള്ളൂ, അതും വളരെ ഷാർപ്പ് കളേഴ്സ്, എല്ലാവരുടെയും കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള കളേഴ്സ്. ജിൻകെ ഹൃദയ നഹി ഹെ പർ പ്യാർ കാ സന്ദേശ് ദേത്തെ ഹെ, അവർക്ക് ആസ് സച്ച് ഹൃദയമില്ല, പക്ഷേ മെസ്സേജസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര നല്ല സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ് തരുന്നത്. ജോ ഏക് ആകാർ ഹെ മഹസ് പ്രാകാർ ജിസ്കി കോയി സീമ നഹി ഹെ, ജിൻകെ ഭാവ് ദൂസരെ കെ ഹെ, ജിൻകി മുദ്രാएं, ജിൻകെ ഹാത്ത് पैर नाक कान ആങ്ക് മൂവ് ദിൽ ദിമാഗ് സബ് ദൂസറോ കെ ഹെ, അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു വികാരമില്ല, അവരുടെ മുദ്രകൾ, അവരുടെ എല്ലാം, അവരുടെ ഹാത്ത് പേർ നാക്ക് കാൻ ആങ്ക് മൂവ് ദിൽ ദിമാഗ്, ഇതെല്ലാം ദൂസറോ കെ ഹെ. കാരണം ഒരു കമ്പനി എങ്ങനെ ആവശ്യപ്പെടുന്നു അതനുസരിച്ചാണ് അതിൽ അഭിനയിക്കുന്ന, ആ പരസ്യത്തിൽ അഭിനയിക്കുന്നവർ വേഷവിധാനം ചെയ്യുന്നത്, അതനുസരിച്ചാണ് ആ കയ്യിൽ പ്രോഡക്റ്റ് പിടിക്കുന്നത്, എല്ലാം ഈ കമ്പനി പറയുന്ന അനുസരിച്ചാണ്. അപ്പോൾ ഇവർക്കായിട്ടൊരു സാധനവും ഇല്ല. സബ് ദൂസറോ കെ ഹെ, जो पोस्टर हैं महज पोस्टर हैं, वे आज के युग में आदमी से अधिक बड़े सत्य हैं, उन्हें सब पहचानते हैं. അവർ വെറും പോസ്റ്റേഴ്സാണ്, അവർക്ക് കണ്ണും മൂക്കും കാനും ഒന്നും ഇല്ലെങ്കിലും അവർ ആദ്മി സേ അധിക് ബഡേ സത്യ ഹെ, മനുഷ്യരെക്കാളും അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. വേഹി മഹാൻ ഹെ, വേഹി മഹാൻ ഹെ. അവസാനം കവി അങ്ങ് അഡ്മിറ്റ് ചെയ്യുകയാണ്, അവർ തന്നെ ശ്രേഷ്ഠർ. ആര്? നിർജീവമായ ഈ പോസ്റ്റേഴ്സ് തന്നെയാണ് ശ്രേഷ്ഠർ. കാരണം അവരാണ് മനുഷ്യരെക്കാളും ഇപ്പം പവർഫുൾ, അവരാണ് ക്രൗഡ് പുള്ളർ, അവരെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം നടക്കുന്നത്. അവർക്ക് കണ്ണില്ല, മൂക്കില്ല, ഹൃദയമില്ല, ബുദ്ധിയില്ല, നിറങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും ഇന്ന് വേണ്ടത് അവരെ മാത്രമാണ്. വേഹി മഹാൻ ഹെ,
അവസാനം കവി അഡ്മിറ്റ് ചെയ്യുകയാണ്, സമ്മതിക്കുകയാണ്, ഓ അവർ തന്നെ ശ്രേഷ്ഠം. അവരെന്താണ്? ആദ്മി സേ അധിക് ബഡേ സത്യ ഹെ, മനുഷ്യരെക്കാളും വലിയൊരു സത്യമാണ് ആ പോസ്റ്റേഴ്സ്. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് കവിത മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് ഇൻ ടച്ച്. സോ അൺടിൽ ഐ കം വിത്ത് അനദർ വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം ഹിയർ.